ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ അസർബൈജാനിലെ സെക്കൻഡ് ഡേ. അത് കുറച്ച് ലേറ്റായിപ്പോയി, കാരണം അവിടുന്ന് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ദുബായിലെത്തി. അപ്പം അതിൻ്റെ ഇടയിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് സാഹചര്യം കിട്ടിയില്ല, അതായിട്ട് ലേറ്റായേ. ഇതിപ്പം നമ്മൾ സെക്കൻഡ് ഡേയിൽ ഗബാലയിലേക്ക് പോവാം. ഗബാല എന്ന് പറയുന്നത് അസർബൈജാൻ്റെ ഒരു നോർത്തേൺ സൈഡിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ പോയപ്പോൾ തന്നെ നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത് ബാക്കുവിലാണ്. ബാക്കുവിൽ നിന്ന് ഒരു 4-5 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് വേണം ഗബാലയിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ പോരുന്ന വഴിക്ക് തന്നെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ഇറങ്ങി, കാരണം അന്നേരത്തേക്ക് ഏതാണ്ട് ഉച്ചയായിരുന്നു, എല്ലാവരും ടയർഡൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ അവിടെ റെസ്റ്റോറൻറ്റിൽ ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് അങ്ങോട്ട് പോയത്. ആ റെസ്റ്റോറൻറ്റിൻ്റെ ആ ഏരിയ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, കാരണം അന്നേരത്തേക്കും ക്ലൈമറ്റ് എല്ലാം നല്ല തണുത്ത ക്ലൈമറ്റായി. അങ്ങനെ ആ റെസ്റ്റോറൻ്റ് ആണെങ്കിലും ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന അവർ ഷോക്കേസ് ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. അവിടെ ഒരു കുഞ്ഞ് അക്വേറിയം ഉണ്ട്. അതുകൂടാതെ അവർ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ സ്വീറ്റ്സ്, പിന്നെ കുറേ കാര്യങ്ങൾ, അതായത് ആ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആണോ ആ കാര്യങ്ങളെല്ലാം അവരവിടെ കുറേയൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആംബിയൻസ് ആണെങ്കിലും നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. നമ്മളൊരു നൂഡിൽസ് സ്പെഗറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ബിരിയാണി കേട്ടോ. നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ട് അവർ ബിരിയാണി ഓഫർ ചെയ്തു. പിന്നെ ഇത് അവിടുത്തെ ഒരു പുലാവ്. അങ്ങനെ പിന്നെ അതുകൂടാതെ അവിടെ നമുക്ക് ആൽക്കഹോൾ വേണമെന്നാണ്, ആൽക്കഹോൾ കിട്ടും. പിന്നെ അവിടുന്ന് ഹോം മെയ്ഡ് വൈൻ കിട്ടി, അതും അടിപൊളിയായിരുന്നു. പിന്നെ അവിടുന്ന് നേരെ പുറപ്പെട്ടു നമ്മൾ എത്തിയത് ടുഫാങ് മൗണ്ടെയിൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്ഥലത്താണ്. ഇതെന്ന് പറയുന്നത് ഗബാലയിലെ ഒരു കുറച്ചൊരു എന്താ പറയണ്ട ഒരു മൗണ്ടെയിൻ ഏരിയയാണ് ഈ തുഫാൻഡാഗ് എന്ന് അതിൻ്റെ പേര്. തുഫാൻഡാഗ് എന്ന് പറയുന്നത് ഇവിടെ കേബിൾ കാർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് ശരിക്കും സീ ലെവലിൽ നിന്ന് ഏതാണ്ട് ഒരു 1000 മേലെ മീറ്റേഴ്സ് ഉയരത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഇവിടെ ഒരു റിസോർട്ട് ഉണ്ട്. ആ റിസോർട്ടിൻ്റെ അകത്തൂടെ ആണെങ്കിൽ നമുക്ക് ലിഫ്റ്റിൽ കയറി പോകാം, പക്ഷെ അവർ എപ്പോഴും ഒന്നും നമ്മളെ അലൗ ചെയ്യൂല അതിൻ്റെ അകത്തൂടെ കയറി പോകാനൊന്നും. പക്ഷെ നമ്മൾ കയ്യിൽ കൊച്ചുണ്ട്, അതുകൊണ്ട് സ്റ്റെപ്പ് കയറാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു വിധത്തിൽ മേലെ കയറി. അങ്ങനെ മേലെ കയറി കഴിയുമ്പോഴത്തേക്കുള്ള വ്യൂ ഉണ്ടല്ലോ, അപാരം വ്യൂ, അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ സൂപ്പർ വ്യൂ ആയിരുന്നു. ഇവിടുത്തെ ശരിക്കും നമുക്ക് കേബിൾ കാർ വഴി ഇതിൻ്റെ ഈ ഒരു ഹിൽസിൻ്റെ മുകളിൽ പോകാം. അത് ശരിക്കും 2 ടൈപ്പ് കേബിൾ കാർ ഉണ്ട്. ഒരെണ്ണം ഈ ഒരു സൈഡിലേക്ക് ഇതിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ലോങ് ആയിട്ട് നമുക്ക് പോകാം. രണ്ടാമത്തെ കേബിൾ കാർ എന്ന് പറയുന്നത് ഇവിടുന്ന് ദൈ പോകുന്നത്, ഇവിടുന്ന് മുകളിലോട്ട്, അതെന്ന് പറയുന്നത് ഹയസ്റ്റ് പോയിന്റിലേക്കാണ് പോകുന്നത്. പിന്നെ അവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് 2 സൈഡിലേക്കും കൂടെ വേണ്ടിയിട്ട് നമുക്ക് ഒന്നിച്ച് ടിക്കറ്റ് എടുക്കാം. പക്ഷെ അവിടെ ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ ആദ്യം ഏത് സൈഡിലേക്കാണ് പോയെന്നിട്ട് താഴെ വന്നിട്ട് പിന്നെ വേണം രണ്ടാമത്തെ സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അത് ശരിക്കും പറഞ്ഞാൽ അവർ ചെക്ക് ചെയ്യുന്നൊന്നുമില്ല. എന്ന് വെച്ചാൽ നമുക്ക് കയറി പോകുമ്പം ഗേറ്റിൽ ടിക്കറ്റ് കൊടുത്ത് അവിടെ പഞ്ച് ചെയ്തിട്ട് വേണം നമുക്ക് കയറി പോകാൻ, അങ്ങനെ കയറി പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിപ്പം 2 സ്ഥലത്തേക്കും ഈ ഒരേ ടിക്കറ്റ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ 1-2 റൗണ്ട് കൂടുതൽ പോയാലും ഇവരറിയാൻ പോകുന്നില്ല, അവർ നമ്മളെ ശ്രദ്ധിച്ചില്ല എന്നാണെങ്കിൽ. അതിൽ കയറി കഴിഞ്ഞിട്ടുണ്ട് പിന്നെയുള്ള വ്യൂ ആണിത്. കാരണം മുകളിലോട്ട് കയറുന്തോറും ഇത് ശരിക്കും നല്ല ഹൈറ്റിലാണ് കയറി പോകുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് നല്ല വ്യൂ ആണ്. ഹൈറ്റ് പേടിയുള്ളവർക്ക് ചെറിയ പേടിയൊക്കെ ആകും കേട്ടോ. എന്നിട്ട് അങ്ങനെ ആ കേബിൾ കാറ് നമ്മൾ മുകളിലോട്ട് കയറിപ്പോയി. ഇതിപ്പം മുകളിലോട്ടൊരു 1600-1900 മീറ്റർ വരെ ഇത് ഹൈറ്റിലേക്ക് പോകും. പിന്നെ ഉള്ളത് അവിടെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റേഷനുണ്ട്. ആ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുക്കാൻ പറ്റും. നമുക്ക് ആദ്യം ആ വ്യൂ കുറച്ചൊന്ന് കാണാവേ. ഇതിപ്പം ആ സ്റ്റേഷനിൽ മേലെ നമ്മൾ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഇതാണ് അതിൻ്റെ ടോപ്പ് ലെവലിൽ നമ്മളുള്ളത്. ഇവിടുന്ന് നമുക്ക് ആവശ്യത്തിന് ഫോട്ടോസ്, വീഡിയോസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം
എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെ തന്നെ ആണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട്. ഇപ്പം അത്യാവശ്യം നമുക്ക് ഫുഡ് കഴിക്കണം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ പോയിന്റിൽ നിന്ന് മുകളിലോട്ട് നമുക്ക് ഇത്രയും കൂടെ ഏരിയ നടന്ന് മുകളിലോട്ട് കയറാൻ പറ്റും. അത് നടന്ന് തന്നെ കയറണം. അങ്ങോട്ടേക്ക് വേറെ നമുക്കൊന്നും പോകാൻ പറ്റത്തില്ല, നടന്നല്ലാതെ പോകാൻ പറ്റത്തില്ല. അവിടെ കയറി കഴിഞ്ഞാൽ സൂപ്പർ വ്യൂ ആണ്. അതുമല്ല അവിടുത്തെ ക്ലൈമറ്റും അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അതായത് ഇപ്പം എങ്ങനെ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം എന്നെനിക്കറിയില്ല. എന്നതാണേലും അത് നമ്മൾ പോകേണ്ട, മിസ്സാക്കാൻ പാടില്ല. അതായത് ഗബാലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ടോപ്പിലേക്ക് വരാൻ മിസ്സാക്കരുത് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ താഴോട്ട് വന്നിട്ട് ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു കേബിൾ കാർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലേക്ക് കയറുക. അതിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ, അതായത് ഇപ്പം നമ്മൾ മൗണ്ടെയിൻ അങ്ങോട്ട് മുകളിലോട്ട് കയറിയിട്ടുള്ളൊരു വ്യൂ, ഇത് വേറൊരു വ്യൂ. അങ്ങനെ പിന്നെ ഉണ്ടല്ലോ ഈ കേബിൾ കാർ വരുന്ന അവരവിടെ സ്റ്റോപ്പാക്കുമൊന്നുമില്ല, സ്ലോ ആക്കി കൊണ്ടുവരികയുള്ളൂ. പക്ഷെ അതിനുള്ളിൽ നമ്മൾ അതിനകത്ത് ചാടി കയറിക്കണം. അങ്ങനത്തെ ഒരു ഇതുണ്ട്. അല്ലാതെ സ്റ്റോപ്പാക്കി തരുന്നത്, പിന്നെ സ്റ്റോപ്പാക്കി തരേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവർ സ്റ്റോപ്പാക്കിയൊക്കെ തരുമായിരിക്കാം. കാരണം ഇതിൽ ഞങ്ങൾ സ്റ്റോപ്പാക്കി അങ്ങനെ കണ്ടില്ല. ഇതിലിങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കണ്ടത് അവിടെ ക്വാഡ് ബൈക്കിൽ നമുക്ക് പോകാൻ പറ്റും. അതിൻ്റെ ആ ഒരു സൈഡിൽ ഒരു കുഞ്ഞ് റിവറുണ്ട്. റിവർ എന്ന് പറയാൻ മാത്രമില്ല, ചെറിയൊരു സ്ട്രീക്സ് പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ക്വാഡ് ബൈക്ക് നമ്മൾ തന്നെ ഓടിച്ചു പോകുന്ന രീതിയിൽ. പിന്നെ ഇതുവരെ ഞങ്ങൾ ചെന്ന സമയത്ത് ഈ 2 ആക്ടിവിറ്റി അവിടെ ഉണ്ടായിരുന്നുള്ളൂ. റോപ്പ് ലൈനും ക്വാഡ് ബൈക്കും മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ അവരുടെ ഇപ്പോൾ സ്നോ ഉള്ള ടൈമിലാണെങ്കിൽ അവിടെ നമുക്ക് സ്കേറ്റ് ചെയ്യാനും അതിനൊക്കെയുള്ള ഒരു ഇത് ഉണ്ടെന്നാണ് ഞാൻ കണ്ടത്. പക്ഷേ എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല. കാരണം നമ്മൾ പോയത് അത്യാവശ്യം അവരുടെ സ്പ്രിങ് സീസണിൻ്റെ ലാസ്റ്റ് ടൈമാണ് ഈ മെയ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് സ്നോ കാര്യങ്ങളൊന്നും ഇവിടെ കാണാൻ പറ്റിയില്ല. പക്ഷെ ക്വാഡ് ബൈക്കിൽ നമ്മൾ കയറിയില്ല, നമ്മൾ കാരണം ഓൾറെഡി റോപ്പിൽ പോയി. അതുകൊണ്ട് ഈ റോപ്പിൽ നമ്മൾ പോയിട്ട് ഇതിൻ്റെ എൻഡിലൊരു സ്റ്റേഷനുണ്ട്. ആ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങിയില്ല. കാരണം ഓൾറെഡി ഇപ്പുറത്ത് ഇറങ്ങി അത്യാവശ്യം വേണ്ട നമ്മളുടെ ഗാലറിയിൽ അത്യാവശ്യം ആവശ്യത്തിനുള്ള ഫോട്ടോസ് എല്ലാം നമ്മൾ എടുത്തിട്ടായി. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാലും ഇത് ഡോർ ഓപ്പൺ ആയി, പക്ഷെ നമ്മൾ ഇറങ്ങിയില്ല. ഇതാണ് കേട്ടോ സ്റ്റേഷൻ. അവിടെ നിന്ന് പിന്നെ തിരിച്ച് നേരെ നമ്മൾ താഴേക്ക് വരിക ചെയ്തത്. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു വാട്ടർഫോൾസ് ആയിരുന്നു. ഇതാണ് 7 ഗോസൽ വാട്ടർഫോൾസ്. 7 എന്നുള്ളതിനവിടെ യെഡി എന്ന് പറയും. അപ്പോൾ യെഡി ഗോസൽ വാട്ടർഫോൾസ്. അങ്ങോട്ട് കയറുന്നതിന് മുമ്പേ തന്നെ കുറേ ഫ്രൂട്ട്സും ജാമും ടീ പൗഡേഴ്സ്, സാഫ്രോൺ പൗഡേഴ്സ് അങ്ങനത്തെ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഈ കുഞ്ഞു കുഞ്ഞു കടകൾ കുറേ ഉണ്ട് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് ബെറീസ് വാങ്ങിയായിരുന്നു, സ്ട്രോബെറി, മൾബറി ഒക്കെ. അത് ശരിക്കും നമ്മളിവിടെ കടയിൽ നിന്ന് വാങ്ങുന്ന ടേസ്റ്റൊന്നും അല്ല അതിൻ്റെത്. അത്ര നല്ല സ്വീറ്റുമാണ്, നല്ല ഫ്രഷ് ആയിട്ട് കഴിക്കുമ്പം നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഈ വാട്ടർഫോൾസ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊരു 7 വാട്ടർഫോൾസിൻ്റെ സ്റ്റെപ്സാണ്. ആ ഒരു മൗണ്ടൈൻ്റെ നേരെ താഴെ ഇത് കാണുന്നത്. അപ്പോൾ ഈ താഴെ നോക്കി നമുക്കൊരു 2 വാട്ടർഫോൾസേ കാണാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് ഇതുപോലത്തെ സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലോട്ട് പോകണം. സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോയാൽ നമുക്ക് ബാക്കി ആ ഒരു 5 വാട്ടർഫോൾസ് കാണാൻ പറ്റും. ഈ ഒരു വാട്ടർഫോൾസ് എന്ന് പറയുന്നത് ഈ അസർബൈജാനിലെ ഹയസ്റ്റ് വാട്ടർഫോൾസ് എന്ന് പറയുന്നത് 53 മീറ്റർ ഹൈറ്റിൽ ഈ വാട്ടർഫോൾസ് ഉണ്ട്. അതിൽ ഓരോരോ സ്റ്റെയർ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്, അത് നമ്മൾ ആ ഒരു വഴി ഞാനിപ്പോൾ കണ്ടില്ല മുകളിലോട്ട് കയറുന്നത്, അങ്ങനത്തെ വഴി കൂടെ കയറി മുകളിലോട്ട് ചെന്നാലും നമുക്കിത് കാണാൻ പറ്റത്തുള്ളൂ. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അതാ
ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്ന ആ ഒരു ഭംഗി അടിപൊളിയാണ്. പിന്നെ ഈ ഒരു ഏരിയയിൽ നിന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾ അതിന് പോയില്ല. പക്ഷെ അങ്ങനെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ അധികം വെയിലൊന്നും വരത്തില്ല. പിന്നെ ഈ വെള്ളത്തിൻ്റെ തണുപ്പൊക്കെ ആയിട്ട്, അതുകൂടാതെ ഇത് നിൽക്കുന്നത് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്. ഇതാണ് ഇവിടുത്തെ ടീ പോട്ട്. അതിൻ്റെ കൂടുതൽ ഇത് കണ്ടോ, ഇതൊരു ഫ്രൂട്ട് ഡെസേർട്ട് എന്ന് പറയുന്നത്. ഇത് കഴിച്ചിട്ടാണ് ശരിക്കും ടീ കുടിക്കുന്നത് അവിടെ. അല്ലാതെ ഓൾറെഡി ഷുഗർ ക്യൂബ് ഒന്നും ഇട്ടിട്ട് അവർ തരാറില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയതൊരു ലേക്കിലാണ്. ഇതൊരു നോഹൂർ ലേക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ശരിക്കും ഉണ്ടല്ലോ, അവർ പറയുന്നത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് വെള്ളത്തിൻ്റെ സപ്ലൈ എത്തിക്കാൻ വേണ്ടിയിട്ട് അവരവിടെ ഒരു വാട്ടർ റിസർവോയർ അതിൻ്റെ ഒരു സൈഡിൽ പണിതിട്ടുണ്ട്. അതിന് മുന്നേ ആയിട്ട് ഇത് സാധാരണ ഒരു ലേക്ക് മാത്രമായിരുന്നു. കാരണം ഇത് അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇത് നല്ല എന്താ പറയണ്ടേ, പ്യുവർ വാട്ടറാണ്, അല്ലാതെ ഫ്രഷ് വാട്ടർ ലേക്കാണിത്. അല്ലാതെ അതിൻ്റെ അകത്ത് വേറെ ഉപ്പുവെള്ളം അങ്ങനെയൊന്നുമില്ല. ഇവിടുത്തെ ശരിക്കും ഫസ്റ്റ് ഡേ നമ്മൾ ഒരു കൊക്കേഷ്യൻ സീ കണ്ടില്ലായിരുന്നു. അത് ശരിക്കും ഉപ്പുവെള്ളമാണ്, അതുകൊണ്ട് അതിനെ സീ എന്ന് പറയുന്നത് ലേക്കാണല്ലോ. ഇത് പക്ഷേ ഫ്രഷ് വാട്ടറാണ്. പിന്നെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ ശരിക്കും ഫിഷിങ്ങിനും ബോട്ടിങ്ങിനും എല്ലാം ഉള്ള പ്ലേസസ് ഉണ്ട് കേട്ടോ. ഇവിടെ പിന്നെ നമ്മൾ മാഷാൻഡ് ബിയറിൻ്റെ ഒരു ടെൻറ്റ് പോലെ ഒരു ക്യാമ്പ് കണ്ടപ്പോൾ അങ്ങോട്ട് വന്നതാണ്. ശരിക്കും സിയയ്ക്ക് മാഷാൻഡ് ബിയറിൻ്റെ കാർട്ടൂൺ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവൾ എൻജോയ് ചെയ്യുമല്ലോ എന്നും കൊണ്ട് നമ്മൾ വന്നതാണ്. പക്ഷെ ഇവിടെ വന്ന് ബിയർ ഇത് ആ ഹട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്ക് അത് കണ്ടതും സിയ ഭയങ്കര കരച്ചിൽ. അവൾ ഈ വലിയതായിട്ട് ഇങ്ങനെ ഈ ബൊമ്മ പോലെ ഇതിങ്ങോട്ട് വരുന്ന കണ്ടപ്പോഴത്തേക്ക് ഇവൾ പേടിച്ചു പോയി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുക ചെയ്തത്. ഡിന്നർ കഴിക്കാൻ നമ്മൾ താമസിക്കുന്നതിൻ്റെ കുറച്ച് അടുത്തായിട്ടാണ്. എത്തിയ പിന്നെ, അതായത് ബാക്കുവിൽ എത്തിയ പിന്നെ നമ്മൾ കഴിക്കാൻ പോയത്. ഈ സ്ഥലം ശരിക്കും ഉണ്ടല്ലോ കണ്ടാൽ നമ്മൾ ഈ അറബിക് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു പ്ലേസ് പോലെ ഉണ്ട്. അവിടെ ഓരോന്ന് അവർ സെറ്റ് ചെയ്തിരിക്കുന്നതും അവിടുത്തെ ഓരോ സ്റ്റാച്യൂസും കാര്യങ്ങളെല്ലാം കാണുമ്പോഴത്തേക്കും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ കാണാൻ ഇതിപ്പോൾ ഇവിടെ തന്നെ നോക്കിയാൽ അവിടെ കണ്ടില്ല, ആ ഒരു കോർണറിൽ ബെല്ലി ഡാൻസിൻ്റെ ഒക്കെ ഒരു പിക്ചറൊക്കെ അവർ വെച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കൂടുതലും ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ ടർക്കിഷ് ഇൻഫ്ലുവൻസ്ഡ് ആണ്. അപ്പോൾ അവരുടെ കൂടുതലും ഈ ലൈറ്റും പിന്നെ അവിടുത്തെ പ്ലേറ്റ്സ് കാര്യങ്ങൾ അതെല്ലാം കൂടുതൽ ഈ ടർക്കിഷ് ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കും. പിന്നെ ഇത് അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. ഇതിൻ്റെ പേര് ദുഷ്പാരാന്ന്. ഇത് ശരിക്കും ഡംപ്ലിങ്സ് ആണ്. പിന്നെ നമ്മൾ അവിടെ പറഞ്ഞ പുലാവ്, ഇത് ശരിക്കും പുലാവിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്താണ് അതിന് സൈഡ്സ് ആയിട്ട് വേണ്ട, ഇപ്പം ചിക്കൻ ആണെങ്കിൽ ചിക്കന്, ഇത് മട്ടൺ ആണെങ്കിൽ മട്ടൺ, അങ്ങനെ സെപ്പറേറ്റ് തരും. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളുടെ സെക്കൻഡ് ഡേ വീഡിയോ.